ഹായ് എവ്രി വൺ, വെൽക്കം ടു സ്വരായ സ്റ്റിച്ച് ഗൈഡ്. നിങ്ങളുടെ കയ്യിൽ പഴയ ലൂസായിട്ടുള്ള ജീൻസ് ഉണ്ടോ? അന്ന് നമുക്കതൊരു അടിപൊളി ട്രെൻഡി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു സ്കേർട്ടാക്കിയാലോ? അതിനായി ആദ്യം നമ്മുടെ ജീൻസ് തിരിച്ചിട്ട് നടുക്കുള്ള സ്റ്റിച്ചസൊക്കെ ഒന്ന് അയച്ചെടുക്കാം. നമ്മളതിന് ആദ്യം ഒന്ന് കുറച്ച് സ്റ്റിച്ച് കട്ട് ചെയ്തിട്ട് അതൊന്ന് വലിച്ചാൽ മതി രണ്ട് സൈഡിൽ കൂടിയും. നമുക്ക് ആ സ്റ്റിച്ചെല്ലാം ഊരി കിട്ടുന്നതായിരിക്കും. അപ്പം ഞാൻ ആ സ്റ്റിച്ചൊക്കെ ഒന്ന് അയച്ച് മാറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് കുറച്ച് കട്ടിയായതുകൊണ്ട് ഞാൻ അവിടെ കത്രിക വെച്ച് മുറിച്ച് കളയാണ് ചെയ്തത്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ വേസ്റ്റിൻ്റെ മെഷർമെൻ്റ് എടുക്കും. ഇത് ഓൾറെഡി നമുക്ക് കുറച്ച് ഓവർ സൈസ്ഡ് ആണല്ലോ ഈ വേസ്റ്റ്. അപ്പോൾ നമ്മൾ വേസ്റ്റിൻ്റെ മെഷർമെൻറ്റ് നോക്കിയിട്ട് അതിനനുസരിച്ച് ഞാനൊന്ന് ചെരിച്ച് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. രണ്ടും ഒന്ന് ചെരിച്ച് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനത് ഓൾറെഡി ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് എല്ലാം. അപ്പം നമ്മൾ അതിനനുസരിച്ചൊന്ന് മാർക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഈ സ്കേർട്ട് ഇങ്ങനെയാണ് വരിക. അപ്പം നമ്മളതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാൻ അവിടെ ഒരു ചോക്ക് വെച്ച് ചെറുതായിട്ട് മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഞാൻ കാണിക്കുന്ന ഭാഗം ഞാനിവിടെ ബട്ടൺസും ആ സിബ്ബറിൻ്റെ ഭാഗവും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ വരച്ച ഒരു പാറ്റേൺ വെച്ച് നമ്മൾ വെക്കുകയാണെങ്കിൽ നമുക്ക് നമ്മളെ വേസ്റ്റ് അഡ്ജസ്റ്റ് ആയി കിട്ടും. എന്നിട്ട് അഡ്ജസ്റ്റ് ആവുന്ന ആ ഭാഗത്തില്ലേ, നമ്മൾ അവിടെയാണ് ബട്ടൺസ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിത് ആ ബട്ടൺസൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ വരച്ച അപ്പോഴൊന്ന് വെച്ച് നോക്കാം. നമ്മളൊന്ന് ഇട്ട് നോക്കുക. ഞാൻ ബട്ടൺസ് ആ കുഞ്ഞി പോക്കറ്റില്ലേ അവിടെയാണ് എനിക്ക് കറക്റ്റ് വരുന്നത്. ഞാനിപ്പോൾ അവിടെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളിത് സ്ട്രെയിറ്റ് ആക്കിയിട്ട് ആ സ്ട്രെയിറ്റ് ആയിട്ട് ഉള്ളിൽ കൂടി ഒരു ബട്ടൺസും കൂടെ പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ ബാക്ക് ഭാഗത്ത്, അതായത് നമ്മൾ ആ സംഭവം മടക്കും, നമ്മൾ നടുക്കില്ല, നമ്മൾ കറക്റ്റായിട്ടൊന്ന് മടക്കി വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രാ ഒരു കേവ് ഉണ്ട്. ആ കേവ് കളഞ്ഞിട്ട് നമ്മളിത് ബാക്കിലേക്കാണല്ലോ കൊടുക്കുന്നത്. സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഞാനൊരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈൻ, അതായത് ചെറിയൊരു കേവുള്ള സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈനാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളതുപോലെ വരച്ചു കൊടുത്തിട്ട് അത് കട്ട് ചെയ്തിട്ട് അതിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ബാക്കിൽ എക്സ്ട്രാ ബൾജ് നിൽക്കത്തില്ല, കുറച്ച് ഒതുങ്ങി നിൽക്കും. ഞാനത് ബാക്കിലും ഫ്രണ്ടിലും വരയ്ക്കുന്നുണ്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ അതിലൂടെ നിന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ബാക്ക് ഭാഗം അതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് നമ്മളൊന്ന് മടക്കിയിട്ടൊന്ന് രണ്ടും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതായത് ഇതുപോലെ പാറ്റേൺ ചെയ്യേണ്ട, നമ്മൾ മടക്കി സാധാരണ രണ്ടും മടക്കിയിട്ട് എക്സ്ട്രാ ഉള്ളിലുള്ള ബ്ലൂ കളർ കാണും, നിങ്ങൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക മാത്രം ചെയ്താൽ മതി. അപ്പം ഞാനിത് സ്റ്റിച്ച് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ ഇരിക്കും. നമ്മൾ ചെയ്തെന്ന് പറഞ്ഞാൽ ചോക്ക് വരച്ച പാടൊക്കെ കാണാം. ഇത് ഉള്ളിൽ നോക്കുമ്പോൾ ഇതുപോലെ ഉണ്ടാകും. ഞാനത് കട്ട് ചെയ്ത് കളയും കൂടെ ചെയ്തിട്ടുണ്ട് എക്സ്ട്രാ മെറ്റീരിയൽ. ഞാൻ ആ ബട്ടൺസ് എടുപ്പിച്ചെടുത്തൊന്നും കൂടെ ബട്ടൺസ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഞാനിത് ഇട്ട് നോക്കിയിട്ട് എനിക്ക് കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഞാനിത് ഏകദേശം വെച്ചേക്കുന്നത്. എന്നിട്ട് ഞാനിത് ഇവിടെയാണ് ഓപ്പണിങ് കൊടുക്കുന്നത്. ലൈക്ക് നടക്കാനൊക്കെ ഒരു സുഖത്തിനുണ്ടായാൽ നമ്മൾ മുട്ടിൻ്റെ താഴെ എവിടെ വേണമെങ്കിലും. ഞാനിവിടെ ഒരു മാർക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മളെവിടെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള രീതിയിൽ. അതായത് നമ്മൾ എന്നിട്ട് ഇവിടെയും ആ ബ്ലാക്ക് നൂല് വെച്ച് അവിടെ സ്റ്റിച്ച് ചെയ്യും, ഇവിടെ സ്റ്റിച്ച് ചെയ്ത് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് എൻ്റെ ഒരു മിസ്റ്റേക്കാണ്. അപ്പോൾ ഞാനത് വൃത്തിക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ ശരിയാവും. എന്നിട്ട് ഞാൻ ഇതും ഡബിൾ സ്റ്റിച്ച് പോലെയാണ് കൊടുക്കുന്നത്. അതിനകത്തുള്ള പോലെ അതും ബ്ലാക്ക് വെച്ച് തന്നെയാണ് കൊടുക്കുന്നത്, ആ ജീനിൻ്റെ ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട്. ഞാൻ ആ തുണിയും ഈ തുണിയും കൂടെ ഒരുമിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എക്സ്ട്രാ പാർട്ടില്ലേ അത് നമ്മൾ സ്ട്രെയിറ്റ് ആയി നിൽക്കാൻ വേണ്ടി എക്സ്ട്രാ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. ഞാൻ സ്കേർട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഓപ്പണിങ് നമ്മൾ കംഫർട്ടും പ്രിഫറൻസ് അനുസരിച്ച് കൊടുക്കാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.